നിലമ്പൂർ പാട്ടിനാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ നോക്കാം. ഹായ്, എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ വർഷം തോറും നടന്നു വരുന്ന ഉത്സവമാണ് നിലമ്പൂർ പാട്ടുത്സവം. നിലമ്പൂർ വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിലാണ് പാട്ടുത്സവം നടക്കാറുള്ളത്. നിലമ്പൂർ പാട്ട് എന്ന പേരിലാണ് ഇത് കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത്. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചാണ് നഗരസഭ ഇത്തരമൊരു പരിപാടി നടത്താറുള്ളത്. തേക്ക് പോലെ പ്രശസ്തമാണ് നിലമ്പൂർ പാട്ടും. കടകളൊക്കെ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ബലൂണിന്റെ, പിന്നെ അവിടെ കേട്ടോ ഗൈസ് എന്ത്രൂനാലൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് എത്താനായിക്കോട്ടെ ഗൈസ്. ഇവിടെ നിലമ്പൂർ വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഗൂഡല്ലൂർ നമ്പാലക്കോട് പ്രദേശത്തെ വനവാസികളും ഗ്രാമീണരും ആരാധന നടത്തിയിരുന്ന ക്ഷേത്രമാണത്രേ. ക്ഷേത്രത്തിലെ പരമഭക്തനായ ഒരു കോവിലകം അംഗത്തിന് വാർദ്ധക്യത്തിൽ ഗൂഡല്ലൂർ എത്തി ദർശനം സാധിക്കാതെ വന്നപ്പോൾ ഭക്തൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാനെ നിലമ്പൂർ കൊണ്ടുവന്ന് കുടിയിരുത്തി എന്നാണ് ഐതിഹ്യം. ബാക്കി വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക. അപ്പൊ അതാണ് ഗൈസ് തോണി കണ്ടോ, നല്ല വലിപ്പല്ല തോണി, കാണുമ്പോ തന്നെ പേടിയാണ്. നമുക്ക് അവിടെ സ്ഥിതി കാണാം കേട്ടോ, എല്ലാതും ശരിക്കും നമ്മളെത്താനായിട്ടുണ്ട് ഗൈസ്. ഇവിടെ കടയുടെ ഒരു തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിവരിക്കുന്നത് പൊന്നും മോളും സിധുവാണ്. ഓല് നിലമ്പൂർ പാട്ട് കാണണമെന്ന് പറഞ്ഞ് അതിനായി ഇന്ന് ഇറങ്ങി തിരിച്ചതാണ്. എല്ലായിടത്തും കുറേ കടകളുണ്ട്. നമ്മള് അവിടെ നിന്ന് എത്തിക്കിട്ടണം. ഞങ്ങളിവിടെ കണ്ടപ്പോൾ വിചാരിച്ചു ഇവിടെ എത്തി, ഈ പീടികളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇവിടെ എത്തിക്കണെന്ന്. പക്ഷെ ഇവിടെ കുറേ കച്ചവടം ഉണ്ട് ശരിക്ക്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നടക്കണം ഗൈസ്. ഇപ്പം നമ്മൾ അവിടെ എത്തി ഗൈസ്. ഇതാണ് മറ്റേ മരണക്കിണർ നടക്കുന്ന സ്ഥലമല്ലേ ഇത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഗൈസ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏതെങ്കിലും റൈഡിലൊക്കെ കയറാം. വലിയ റൈഡിലൊന്നും ഞാൻ കയറൂല, കാരണം എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കയറും ഗൈസ്. യന്ത്രൂഞ്ഞാല് കാണുമ്പോൾ തന്നെ പേടിയാവും. അപ്പൊ കുറേ ഫുഡിന്റെ ഒരു കടകളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കച്ചവടം, അതൊക്കെ കഴിക്കണം. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ. അപ്പൊ നമുക്ക് ആ റൈഡിന്റെ സെക്ഷൻ്റെ അവിടേക്ക് പോവാം. ഇവിടുത്തെ സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോ മരണക്കിണർ നടക്കാൻ പോവാണ് തോന്നുന്നു ഗൈസ്. അപ്പൊ ആളുകളൊക്കെ ഇപ്പൊ വരുന്നുള്ളൂ. രാത്രി അടിപൊളിയായി. എല്ലാ റൈഡുകളിലും അധികം ആൾക്കാരൊന്നും ഇപ്പൊ വന്നിട്ടില്ല കണ്ടോ. ആളുകൾ ഇപ്പൊ കുറവാണ്. രാത്രിയാണ് ഗൈസ്. രാത്രി ആകുമ്പോ കൂടിക്കൊണ്ടിരിക്കും ആൾക്കാർ കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിച്ചാൽ മറ്റേ വണ്ടി പോലത്തെ സാധനം കുട്ടികൾക്ക് കളിക്കാൻ പറ്റും. ഊഞ്ഞാല. പിന്നെ ഇവിടെ കൊറേ കട, ഇവിടെ ഉണ്ട് കട, നിറയെ കട. കോണിന്റെ കടയാണ് ഗൈസ് ഇത്. സ്വീറ്റ് കോണ് അതൊക്കെ ഗൈസ്, അതൊക്കെ കാണുമ്പോൾ പേടിയാവും. പിന്നെ കുട്ടികൾക്ക് സാധനം അതുണ്ട്. എന്ത് കളിച്ചാണ് ഗൈസ്. ഇവിടെ കൊറേ മത്സരങ്ങള് മുഴുവനും ഗെയിമാണ്. ഇവിടെ മുളക് ബജിന്റെ കട ഉണ്ട് കേട്ടോ. മുളക് ബജി, മുളകൊക്കെ അങ്ങനെ തൂക്കിട്ടുണ്ട്. മുളക് ബജി അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ കൊറേ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഒന്ന് പോയോക്കാം. ഇവിടെ കൊറേ ഗെയിം കളിക്കാൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ. സമ്മാനവും ഗെയിമും എല്ലാം ഉണ്ട് കേട്ടോ. ഗ്ലാസ് വീഴ്ത്തിക്കണ ഗെയിമാണ് കേട്ടോ ഇത്. ഈ ബോള് എടുത്തുകൊണ്ട് എറിയും. ഇതിന്റെ അപ്പുറത്ത് കുറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ കളി അറിയാൻ ഇത് എനിക്ക് തന്നെ തോന്നുന്നു ആ റിങ് എറിയാണ് ഗൈസ്. അതാണ് കേട്ടോ, ആ റിങ് എടുത്തപ്പെടുന്ന എറിയാണ്. അപ്പൊ കിട്ടുന്ന ഏതാണ് അതാണ് നമ്മളെ സമ്മാനം.
മാമന് മാറുന്ന ചെറുക്കനെ അനക്ക് മോനൊക്കെ കറിഞ്ഞോ അപ്പൊ എന്താണ് സംഭവം അവിടെ എന്തോ പഠിച്ചിട്ടുണ്ട് അത് പൈസ കൊടുത്താൽ മതി. അങ്ങോട്ടൊരു പറഞ്ഞ് റെഡി 1 2 3 മേലക്ക് അള്ളാ. കുറച്ച് ഹായ് പോയേ കോളിഫ്ലവർ വാങ്ങാൻ പോവാണ്. കോളിഫ്ലവർ ഫ്രൈ ചെയ്തതാണ് നമുക്ക് ഇവിടെയാണ് കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാം. കുറച്ചടി എന്തല്ല 60. രസമല്ല മതി വാങ്ങിയാലേ വേണ്ട വേണ്ട ചില്ലറുണ്ടോ ഇല്ലല്ല അത് മുളക് പൊടിച്ച അപ്പൊ നമ്മൾ കോളിഫ്ലവർ എന്നാണ് ഗൈസ്. അപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങണോളൂ. ഞങ്ങൾ വന്നത് മറ്റേ സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞത് 2ാമത്തെ ദിവസമാണ്. പിന്നെ ഇന്ന് ചെറുതനൊരു മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഞങ്ങൾ കുറച്ച് 4:30-5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. വൈകുന്നേരം ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേനൊക്കെ ഫാമിലികളൊക്കെ എത്തി തുടങ്ങും. റൈഡുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടാവും. അപ്പോൾ റൈഡുകളൊക്കെ ഇങ്ങനെ തുടക്കം കുറിക്കണോളൂ. സ്റ്റേജ് ഷോ ഒക്കെ എല്ലാം അന്ന് വന്നാൽ കുട്ടികളായിട്ടൊക്കെ വരുന്നത് ഭയങ്കര റിസ്ക്കാണ്. തിരക്കായിരിക്കും, നല്ല ജനങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് പരിപാടികളൊന്നും ഈ റൈഡും മറ്റതും കാര്യങ്ങളൊന്നും ശരിക്ക് നല്ലതുപോലെ ആസ്വദിക്കാൻ കഴിയില്ല. ഈ കാണുന്നതാണ് ഗോസ്റ്റ് ഷോയും പിന്നെ ഐമാക്സ് 3D ഷോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചു. ഇത് പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കായിട്ടുള്ളൊരു കടകളാണ്. പലതരം മറ്റേ കമ്മലും വള മാല പല ചെറുതും വലുതുമായ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ അവർക്കൊക്കെ പറ്റിയൊരു കടയാണിത്. കാലം മാറി. പണ്ട് കാലത്തൊക്കെ നിലമ്പൂർ പാട്ടിന് പോകുക എന്ന് പറഞ്ഞാൽ തലേന്ന് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ തിരിച്ച് വരുന്നത് പിറ്റേ ദിവസമായിരിക്കും. അത്രയും ടൈം ആ നിലമ്പൂർ ഭയങ്കര ഒരു സംഭവമായിട്ട് ഉള്ള സമയമാണ് അന്നൊക്കെ. അതേമാതിരി തിയേറ്ററിലൊക്കെ സിനിമ ഓടുന്നതും അങ്ങനെ തന്നെ. സിനിമ ഓടുന്നത് നേരം വെളുക്കോളം സിനിമ ഓടും. പിന്നെ നേരം വെളുത്തിട്ട് പിന്നെ പല തിയേറ്ററിലും ഒരുപാട് ഷോ. അന്നൊരു ഉത്സവം തന്നെ ആയിരുന്നു. അന്ന് നിലമ്പൂർ പാട്ട് ഫുൾ ടൈം നിലമ്പൂർ പാട്ടാണ്. ഇപ്പോഴത്തെ മാതിരി ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ കൂടുതൽ ആളുകൾക്ക് വാഹനമൊന്നും ഇല്ലാത്ത ടൈമാണ്. എല്ലാവരും തലേന്ന് ബസ്സിന് പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് ബസ്സിന് പോരും സാധനമൊക്കെ ആയിട്ട്. അവസാനം തെരഞ്ഞു പിടിച്ച് പൊന്നും മോളൊക്കെ ഒരു റൈഡ് പോകണം പറഞ്ഞു. അപ്പോൾ ഈ കറങ്ങണ കസേരയിലാണ് ഒരു റൈഡ്. അങ്ങനെ അവർ ടിക്കറ്റൊക്കെ എടുത്ത് റൈഡ് കയറാൻ പോയി. പൊന്നൂന് ചെറിയൊരു പേടിയുണ്ട്, മറ്റവർക്കൊന്നും പിന്നെ വലിയ വിഷയം. അപ്പോൾ റൈഡ് സ്റ്റാർട്ടാകാനായി. അധികം ആളൊന്നുമില്ല. ഈ ടൈം ഇത്ര ആയതുകൊണ്ട് ഇനി രാത്രി വൈകുന്നേരം ആകുമ്പോഴാണ് ഒരു 6-7 മണി ആകുമ്പോഴൊക്കെ ഇത് നിറച്ച ആളുണ്ടാവും. ഇപ്പം ആകെ ഇപ്പോൾ 3 ആളും പിന്നെ അപ്പുറത്തെ ഒരാൾ, അങ്ങനെ 4 പേരൊക്കെ ഉള്ളൂ. അങ്ങനെ റൈഡ് സ്റ്റാർട്ടായിക്കും കേട്ടോ. പൊന്നു പേടിച്ചിട്ട് കണ്ണ് ചിമ്മിക്കണ്. മോളൂനും സീതുവിനൊന്നും പ്രശ്നമല്ല. ഓലൊക്കെ പേടിയുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണ്. മറ്റവൾ കണ്ണ് ചിമ്മിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇവിടെ നേരത്തെ ഞാൻ കളിച്ച ഗെയിമുണ്ടല്ലോ, ആ ബോളറിന് ഒരു സാധ്യതയില്ലാത്ത ഗെയിമാണത്. നമുക്ക് കണ്ടാൽ നമുക്കത് എറിഞ്ഞാൽ തട്ടും എന്നൊക്കെ കരുതും. പക്ഷേ എന്തോ ഒരു ഇതുണ്ട്, അത് എറിഞ്ഞാൽ അത് തട്ടൂല. നമ്മൾ 3 ബോൾ എടുത്താൽ 3 ബോളിന് 50 രൂപയാണ്. അതുപോലെ പിന്നെ ഇവിടെ പലതരം കച്ചവടക്കാരാണ്. ഈ വിലക്കുറവല്ല പല ഈ വീട്ടാവശ്യങ്ങൾക്ക് ഇതൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ അടങ്ങിയ കട. പിന്നെ ഒന്നുമില്ലത് എന്താണ്, നമ്മളെ പനഞ്ചക്കരയും ഈ ചുക്കും കാപ്പിയൊക്കെ ഇട്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ്, മരുന്ന് ഐറ്റംസുകൾ ഒക്കെപ്പാടായിട്ട് നിലമ്പൂർ പാട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ നിലമ്പൂർ പാട്ട് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.